വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമുക്കറിയാം 10th പ്രിലിംസ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് തുടങ്ങിയ പരീക്ഷകളുടെ കാലമാണ് ഇനി. പരീക്ഷകളുടെ ചാകരയാണ് ഈ 2025 എന്ന് പറയുന്ന വർഷം. അപ്പൊ ഏത് പരീക്ഷകളായിക്കോട്ടെ, പരീക്ഷകൾക്ക് ആനുകാലിക ചോദ്യങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അടുത്തിടെ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, കൂടാതെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയവ. അടുത്തിടെ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? രണ്ടെണ്ണം. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, നെക്സ്റ്റ് വൺ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയവയാണവ. അടുത്ത ചോദ്യം, കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കോട്ടയം വരവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണിന്റെ പേര് എന്താണ്? അസ്ത്ര V1 എന്നാണ്. എന്താണ്? അസ്ത്ര V1. ഒന്നും കൂടെ പറയാം. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കോട്ടയം വരവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണിന്റെ പേര് എന്താണ്? അസ്ത്ര V1. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം ഏതാണ്? വനതാര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം ഏതാണ്? വനതാര. മാർച്ച് 6-ന് ഒറ്റപ്പാലത്ത് അന്തരിച്ച കാവുങ്കര ഭാർഗവി അന്തർജനം എന്ന ലേഡി ഏത് നിലയിലാണ് അറിയപ്പെടുന്നത്? രാജ്യത്ത് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ആദ്യമായി അരങ്ങേറിയ നാടകത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വനിതയാണ് കാവുങ്കര ഭാർഗവി അന്തർജനം. മാർച്ച് 6-ന് ഒറ്റപ്പാലത്ത് അന്തരിച്ച കാവുങ്കര ഭാർഗവി അന്തർജനം എന്ന ലേഡി ഏത് നിലയിൽ പ്രശസ്തി നേടിയ വനിതയാണ്? രാജ്യത്ത് സ്ത്രീകൾ, ഇന്ത്യയിൽ തന്നെ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ആദ്യമായി അരങ്ങേറിയ നാടകത്തില് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വനിതയാണ് കാവുങ്കര ഭാർഗവി അന്തർജനം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് വിജയം നേടിയത്? ന്യൂസിലൻഡിനെ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് വിജയം നേടിയത്? ന്യൂസിലൻഡിനെ. സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്ത്. അതായത് ആ പഞ്ചായത്ത് ബഡ്ജറ്റിൽ നിന്ന് നീക്കിവെച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ഗ്രാമവണ്ടി എന്ന് പറയുന്ന ഒരു പദ്ധതി ഫോം ചെയ്ത് ആ പദ്ധതി വഴിയാണ് ഇവർ ഈ സേവനം നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് അപ്പൊ ഏതാണ്? മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്താണ്. ഏത് ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത്? കേരള ഹൈക്കോടതി. ഏത് ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത്? കേരള ഹൈക്കോടതി. നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് തന്നെ ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സ്വകാര്യ കമ്പനി ഏതാണ്? L&T, അതായത് ലാർസൻ ആൻഡ് ടൂബ്രോ. L&T കമ്പനി അഥവാ ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനി നിർമ്മാണ മേഖലയില്, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സ്വകാര്യ കമ്പനി എന്ന പദവി നേടുകയുണ്ടായി. 2025 ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ പ്രമേയം എന്താണ്? 2025 ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ്
ഈക്വാലിറ്റി എംപവർമെന്റ്. എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെന്റ് എന്നതാണ്. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്നാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്താണ്? അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നാണ്. മാർച്ച് 20 അപ്പൊ 2025 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസിന്റെ ദിനാചരണ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കെയറിംഗ് ആൻഡ് ഷെയറിംഗ് എന്നാണ്. കെയറിംഗ് ആൻഡ് ഷെയറിംഗ് എന്നാണ്. അപ്പൊ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് മാർച്ച് 20 2025 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസിന്റെ ദിനാചരണ വിഷയം എന്താണ്? കെയറിംഗ് ആൻഡ് ഷെയറിംഗ് എന്നതാണ് എന്ന് ഓർത്തുവെക്കുക. 2025 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 9 വരെ ജപ്പാനിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന് നൽകിയ പേര് എന്ത്? ധർമ്മ ഗാർഡിയൻ എന്നാണ്. 2025 ഫെബ്രുവരി 25 തൊട്ട് മാർച്ച് 9 വരെ ജപ്പാനിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? ധർമ്മ ഗാർഡിയൻ എന്നതാണ്. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രിട്ടീഷ് ദ്വീപായ സൗത്ത് ജോർജിയയ്ക്ക് സമീപം തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ ഐസ്ബർഗ് അഥവാ മഞ്ഞ് മലയ്ക്ക് നൽകിയ പേര് എന്താണ്? A23A എന്നതാണ്. A23A. ഒന്നുകൂടെ പറയാം. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രിട്ടീഷ് ദ്വീപായ സൗത്ത് ജോർജിയയ്ക്ക് സമീപം തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുമല അഥവാ ഐസ്ബർഗിന് നൽകിയ പേര് A23A എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ഏതാണ്? കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ഡോക്ടർ അഞ്ജു രതി റാണ. ഡോക്ടർ അഞ്ജു രതി റാണ. വിവർത്തനത്തിനുള്ള 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV കുമാരനാണ്. അദ്ദേഹം SL ഭൈരപ്പയുടെ യാനം എന്ന കന്നഡ നോവലിന്റെ മലയാള പരിഭാഷയാണ് നടത്തിയത്. ആ വിഭാഗത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഒന്നും കൂടെ പറയാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV കുമാരനാണ്. അദ്ദേഹം SL ഭൈരപ്പയുടെ യാനം എന്ന കന്നഡ നോവലിന്റെ മലയാള പരിഭാഷയാണ് ചെയ്തത് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശീർവാദമേകാൻ മഹാത്മാഗാന്ധി വൈക്കത്ത് എത്തിയതിന്റെ 100 വർഷം തികഞ്ഞത് എന്നാണ്? 2025 മാർച്ച് 9 വളരെ പ്രധാനമാണ്. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. വൈക്കം സത്യാഗ്രഹത്തിന് ആശീർവാദമേകാൻ മഹാത്മാഗാന്ധി വൈക്കത്തെത്തിയതിന്റെ 100ാം വാർഷികമല്ല ചോദിച്ചിരിക്കണത്. വൈക്കത്തെത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മാർച്ച് 9 അപ്പൊ ആ മാർച്ച് 9 ഡേറ്റ് വളരെ പ്രധാനമാണ്. 2025 മാർച്ച് 9 കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2025 ആകുമ്പോൾ 1925 മാർച്ച് 9 അദ്ദേഹം എത്തിയിട്ടുണ്ടാവുക അല്ലെ, വൈക്കത്ത് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ആ വർഷം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ പിന്നെ നമുക്കറിയാം 97ാമത് ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ മികച്ച നടി, മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ് തുടങ്ങിയവയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? സിനിമ? അനോറ. എന്താണ് സിനിമയുടെ പേര്? അനോറ. അപ്പൊ ചോദിക്കാം, 97ാമത്തെ ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമ, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ് തുടങ്ങിയവയ്ക്കുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? അനോറ. അനോറയുടെ സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ ആണ്. അനോറയുടെ സംവിധായകൻ ഷോൺ ബേക്കർ ആണ്. ഇനി മികച്ച നടനെ ഒന്ന് ഓർത്തു വെക്കുക, അഡ്രിയൻ ബ്രോഡി. ആരാണ്? അഡ്രിയൻ ബ്രോഡി. മികച്ച നടൻ അഡ്രിയൻ ബ്രോഡി. മികച്ച നടി മൈക്കി മാഡിസൺ. മികച്ച നടി മൈക്കി മാഡിസൺ.
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ കുറച്ച്, അതായത് അത്ര അധികമൊന്നുമില്ല, 10-15 ചോദ്യങ്ങൾ വെച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ആഴ്ചയിൽ 1-2 ക്ലാസ്സുകൾ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സിന്. എന്തുകൊണ്ടാണ് അത് മാറ്റി വെക്കണേന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുമിച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കുറേ വർഷങ്ങള്, കുറെ വ്യക്തികള്, കുറെ പുസ്തകങ്ങള്, ഇതൊക്കെ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഓരോ ആഴ്ചയിലത്തെ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ നമ്മൾ പഠിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ അത് ഭംഗിയായിട്ട് നിങ്ങൾ, ഞാൻ ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ ഭംഗിയായിട്ട് പഠിച്ച് നിങ്ങൾ മുന്നേറുണ്ട് എന്ന് വിചാരിക്കണം. എന്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവുക വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.